ഓം ശാന്തി. 9/1/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ പുരുഷോത്തമരാകുന്നതിനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യൂ. എത്ര സാധിക്കുന്നുവോ ഓർമ്മയിലും പഠിത്തത്തിലും അറ്റൻഷൻ നൽകൂ. ബാബ 21 ജന്മത്തേക്കുള്ള സമ്പാദ്യം എന്ന് പറയുമെങ്കിലും 21 ജന്മം എന്നാൽ പകുതി കൽപ്പമേ ആകുന്നുള്ളൂ. എന്നാൽ ഈ പകുതി കൽപ്പത്തിൽ എത്ര ശ്രേഷ്ഠമായ ഭാഗ്യമാണോ അത്രയും ദീർഘദൂരം ഭാഗ്യം നമ്മോടൊപ്പം ഉണ്ടാകും. അതായത് ഏകദേശം മുഴുവൻ കൽപ്പത്തേക്കുമുള്ള ഭാഗ്യം ഈ സംഗമയുഗത്തിൽ നമ്മൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനാണ് ബാബ ഇന്ന് പറയുന്നത്, പൂർണ്ണമായും ശ്രദ്ധ നൽകൂ പുരുഷോത്തമനാകുന്നതിന്. ഏറ്റവും ഉത്തമ പുരുഷർ എന്ന് പറയുന്നത് ലക്ഷ്മിയും നാരായണനുമാണ്. അവരെ പോലെ ആകുന്നതിലൂടെ നമ്മളുടെയും ഭാഗ്യം ദീർഘദൂരം ഉണ്ടാകും. അതായത് മുഴുവൻ കൽപ്പത്തിലും 4 യുഗങ്ങളിലും ഉണ്ടാകും. അതിനാൽ ബാബ പറയുന്നു, എത്ര സാധിക്കുമോ അത്രയും യോഗത്തിലും പഠിത്തത്തിലും അറ്റൻഷൻ നൽകണം. യോഗവും പഠിത്തവും അല്ലെങ്കിൽ ജ്ഞാനവും യോഗവും ഇത് തന്നെയാണ് നമ്മളുടെ ചിറകുകൾ. ഇതിൻ്റെ ആധാരത്തിലാണ് നമ്മൾ ഉയരുന്ന കലയിലേക്ക് പോകുന്നത്. ചോദ്യം: നിങ്ങൾ കുട്ടികൾ വളരെ വലിയ വ്യാപാരിയാണ്. നിങ്ങൾ എപ്പോഴും ഏത് കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്? ഉത്തരം: എപ്പോഴും നഷ്ടത്തെക്കുറിച്ചും ലാഭത്തെക്കുറിച്ചും ചിന്തിക്കൂ. ഇത് ചിന്തിച്ചില്ല എങ്കിൽ പ്രജകളിലും ദാസദാസികൾ ആകേണ്ടി വരും. ബാബ 21 ജന്മങ്ങളിലേക്ക് രാജ്യാധികാരത്തിനുള്ള സമ്പത്ത് നൽകുന്നുണ്ട്. അത് നഷ്ടമാകും. ഇതിനാൽ ബാബയുമായി പൂർണ്ണ കച്ചവടം നടത്തണം. ബാബ ദാതാവാണ്. നിങ്ങൾ കുട്ടികൾ കുചേലനെ പോലെ ഒരു പിടി അവിൽ നൽകുന്നു. അതിനു പകരമായി വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി എടുക്കുന്നു. ബാബ വളരെ വലിയ വ്യാപാരിയാണ്. അങ്ങനെയുള്ള ബാബയുമായി നമ്മളിപ്പോൾ കച്ചവടം നടത്തുകയാണ്. ഈ കച്ചവടത്തിൽ നമ്മൾക്ക് ഏതെല്ലാം കാര്യത്തിലാണ് ലാഭമുണ്ടാകുന്നത്, ഏതെല്ലാം കാര്യത്തിൽ നഷ്ടമുണ്ടാകുന്നു എന്നും നമ്മൾ സ്വയം ഏത് കാര്യത്തിൽ ലാഭത്തിലും നഷ്ടത്തിലും വരുന്നു എന്നും ചിന്തിക്കണം. ബാബയുമായുള്ള ഈ വ്യാപാരത്തിൽ ഏറ്റവും മികച്ച ലാഭമാണ് നമ്മൾ എടുക്കേണ്ടത്. ഭോലാനാഥനാണ് ബാബ. അതിനാൽ നമ്മൾക്ക് ലാഭം തന്നെ ലാഭമാണ്. എന്നാൽ എവിടെയെങ്കിലും നഷ്ടം സംഭവിക്കുന്നുണ്ടോ, അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് തീർച്ചയായും ചിന്തിക്കണം. ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ പ്രജകളിലും ദാസദാസി ആകേണ്ടി വരും. അതായത് വളരെ താഴ്ന്ന ലാഭമായിരിക്കും ലഭിക്കുക. രാജ്യാധികാരി ആകുന്നതിനുള്ള സമ്പത്താണുള്ളത്. പക്ഷെ നമ്മൾക്ക് ലഭിക്കുന്നത് ദാസദാസിക്കുള്ളതാണ് എങ്കിൽ അത് നഷ്ടക്കച്ചവടമാണ്. ബാബ പറയുന്നു, ബാബയുമായി പൂർണ്ണ ഇടപാട് നടത്തൂ. അതായത് മുഴുവൻ കച്ചവടവും ബാബയുമായിട്ടായിരിക്കണം. ബാബ ദാതാവാണ്. കുചേലന്റെ കഥയിൽ പറയുന്നത് പോലെ ഒരു പിടി അവിലെടുത്ത് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവിയാണ് നമ്മൾക്ക് തിരിച്ചു ലഭിക്കുന്നത്. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. കൂട്ടുകെട്ട് വളരെ സൂക്ഷിക്കണം. ഒരു സത്യമായ ബാബയുടെ കൂട്ടുകെട്ടിലിരിക്കണം. മായയാകുന്ന 5 വികാരങ്ങളുടെ കൂട്ടുകെട്ടിൽ നിന്ന് വളരെ ദൂരെയായിരിക്കണം. 2. പഠിത്തത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകണം. തൻ്റെ തന്നെ ലഹരിയിലിരിക്കണം. പറയാറുണ്ട്, സ്വയം ചെയ്യുകയാണെങ്കിൽ ലഹരി വർദ്ധിക്കും എന്ന്. ഒരു ദിവസം പോലും പഠിത്തം മിസ് ചെയ്യരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, കൂട്ടുകെട്ട് വളരെ വളരെ സൂക്ഷിക്കണം. കൂട്ടുകെട്ട് പൊതുവെ 2ആയി തിരിക്കാം. ഒന്ന് പുറമേയുള്ളത്, രണ്ടാമത്തേത് ഉള്ളിലുള്ളത്.
പുറമേ ഉള്ളത് എന്നാൽ നാം ആരുടെ കൂട്ടുകെട്ടിലാണോ നിൽക്കുന്നത്, ആരുടെ കൂടെയാണോ താമസിക്കുന്നത്, അവരുടെ തന്നെ സ്വഭാവ സംസ്കാരങ്ങളുടെ വർണ്ണം നമ്മളിൽ പറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ സൂക്ഷ്മമായ കൂട്ടുകെട്ടുമുണ്ട്. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ നാം ഏത് കൂട്ടുകെട്ടിലാണ് ഇരിക്കുന്നത്, അതും വളരെ മുഖ്യമാണ്. 5 വികാരങ്ങളുടെ പ്രഭാവമുള്ള ചിന്തകൾക്കാണ് നമ്മുടെ ഉള്ളിൽ സ്ഥാനമെങ്കിൽ അത് തീർച്ചയായും നമ്മെ വഞ്ചിക്കും. അതിനാൽ മായയാകുന്ന 5 വികാരങ്ങളുടെ കൂട്ടുകെട്ടിൽ നിന്ന് ദൂരെയായിരിക്കണം. സദാ സത്യസ്വരൂപനായ ബാബയുടെ കൂട്ടുകെട്ടിൽ ഇരിക്കണം. 2ാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, തീർച്ചയായും പഠിത്തത്തിൽ ശ്രദ്ധ കൊടുക്കണം. പഠിക്കുന്നതിലൂടെ നമ്മൾക്ക് സന്തോഷമുണ്ടാകുന്നു, ലഹരി വർദ്ധിക്കുന്നു. കാരണം ബാബയുടെ ജ്ഞാനത്തിൽ നമ്മളുടെ നിശ്ചയം വർദ്ധിച്ചു വരുന്നു. ആരാണോ സ്വയം ചെയ്യുന്നത് അവരുടെയാണ് ലഹരി വർദ്ധിക്കുന്നത് എന്നൊരു പഴഞ്ചൊല്ലുമുണ്ട്. അതിനാൽ ഒരു ദിവസം പോലും പഠിത്തം മുടക്കരുത്. വരദാനം: സേവനത്തിൽ സ്നേഹത്തിൻ്റെയും സത്യതയുടെ അധികാരത്തിൻ്റെയും ബാലൻസിലൂടെ സഫലതാമൂർത്തരായി ഭവിക്കട്ടെ. ഏതുപോലെ ഈ അസത്യഖണ്ഡത്തിൽ ബ്രഹ്മബാബയെ സത്യത്തിൻ്റെ അതോറിറ്റിയുടെ പ്രത്യക്ഷ സ്വരൂപമായി കണ്ടു. ബാബയുടെ അധികാരത്തോടുള്ള സംസാരത്തിൽ ഒരിക്കലും അഹങ്കാരത്തിൻ്റെ പ്രഭാവം കണ്ടിരുന്നില്ല. അധികാരത്തിൻ്റെ വാക്കുകളിൽ സ്നേഹം നിറഞ്ഞിരുന്നു. അധികാരത്തിൻ്റെ വാക്കുകൾ പ്രിയപ്പെട്ടതു മാത്രമല്ല പ്രഭാവശാലിയും ആകുന്നു. അതുപോലെ ഫോളോ ഫാദർ ചെയ്യൂ. സ്നേഹത്തിൻ്റെയും അതോറിറ്റിയുടെയും വിനയത്തിൻ്റെയും മഹാനതയുടെയും രണ്ടും ഒപ്പമൊപ്പം കാണപ്പെടണം. ഇപ്പോഴത്തെ സമയത്ത് സേവനത്തിൽ ഈ ബാലൻസിന് അണ്ടർലൈൻ നൽകൂ, എങ്കിൽ സഫലതാമൂർത്തരായി തീരും. ബ്രഹ്മബാബ സത്യതയുടെ അതോറിറ്റിയുടെ പ്രത്യക്ഷ സ്വരൂപമായിരുന്നു. മുഴുവൻ ലോകത്തിലുള്ളവരും എതിർത്തിട്ടും ബാബ ശിവ് ബാബ എന്താണോ പഠിപ്പിച്ചത് അതിൽ തന്നെ ഉറച്ചു നിന്നു. ശിവ് ബാബ പഠിപ്പിക്കുന്നത് സത്യം മാത്രമാണ്. ആ സത്യത്തിൽ തന്നെ ഉറച്ചു നിന്നത് കാരണം സത്യത്തിൻ്റെ അധികാരത്തിൻ്റെ പ്രത്യക്ഷ സ്വരൂപമായി. അതുപോലെ നമ്മൾ കുട്ടികളും ഫോളോ ഫാദർ ചെയ്യണം. എത്ര തന്നെ അധികാരത്തോടെ സംസാരിക്കുകയാണെങ്കിലും ബാബയുടെ വാക്കുകളിൽ ഒരിക്കലും അഹങ്കാരത്തിൻ്റെ നിഴൽ ഉണ്ടായിരുന്നില്ല. അധികാരത്തിൻ്റെ വാക്കുകളിൽ സ്നേഹം അടങ്ങിയിരുന്നു. വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ഒപ്പം പ്രഭാവശാലിയും ആയിരുന്നു. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും സ്നേഹത്തിൻ്റെയും അധികാരത്തിൻ്റെയും വിനയത്തിൻ്റെയും മഹാനതയുടെയും ബാലൻസ് തീർച്ചയായും വേണം. ഈ ബാലൻസ് കൊണ്ടുവരുന്നതിലൂടെ നാം സഫലതാ സ്വരൂപരായി തീരുന്നു. സ്ലോഗൻ: എൻ്റേത് എന്നതിനെ നിൻ്റേത് എന്നതിലേക്ക് പരിവർത്തനപ്പെടുത്തുക എന്നാൽ ഭാഗ്യത്തിൻ്റെ അധികാരം എടുക്കുക എന്നാണ്. എൻ്റേത് എന്ന് നാം പറയുന്നത് നമ്മുടെ ശരീരം, മനസ്സ്, ധനം, ജനം എന്നിവയാണ്. ശരീരം രോഗസ്ഥമാണ്, മനസ്സ് കലുഷിതമാണ്, ധനം അത്യാവശ്യത്തിന് മാത്രമേ ഉള്ളൂ, ജനം ദുഃഖം തരുന്നവയുമാണ്. ഇവയെല്ലാം ബാബയുടേതാക്കുക എന്നാൽ അതിനർത്ഥം ബാബയിൽ നിന്ന് നമ്മൾക്ക് ഏറ്റവും ഉയർന്ന ഭാഗ്യത്തിൻ്റെ അധികാരം ലഭിക്കുക എന്നാണ്. അതിനാൽ എൻ്റേത് എന്ന് നാം എന്തിനെല്ലാം പറയുന്നുവോ അതെല്ലാം നിൻ്റേത് എന്നതാക്കി മാറ്റണം. ഓം ശാന്തി.